ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഷഹനാസ് റിയൽ വൈബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത് ചാമ്പമരമാണ്. നിറച്ച് ഫ്രൂട്ട്സ് പിടിച്ച് കിടപ്പുണ്ട്. ഇപ്പോൾ ചാമ്പയുടെ സീസണാണ്. അപ്പം മിക്കവാറും വീടുകളിലൊക്കെ ഒരു ചാമ്പമരം ഉണ്ടാവും. മിക്കവാറും അത് കാണുന്ന റോസാപ്പിളാണ്. അപ്പോൾ എനിക്കുള്ളത് ഗ്രീൻ ആപ്പിളാണ്. അപ്പോൾ ഞാൻ കുറച്ച് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ചാമ്പ കൊണ്ട് ഒത്തിരി വെറൈറ്റി ഐറ്റംസ് ഉണ്ടാക്കാൻ പറ്റും. അതിൽ ഒരു വെറൈറ്റിയാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് പിടിക്കുമ്പം വെറുതെ കളയാതെ നമുക്ക് എന്തെങ്കിലും വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ കുറച്ച് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. അത് കഴുകി വൃത്തിയാക്കി എടുക്കണം. അപ്പം നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്ന ഫ്രൂട്ട്സും പച്ചക്കറിയും പോലെ നന്നായിട്ട് മഞ്ഞളും ഉപ്പും ഇട്ടൊന്നും കഴിയേണ്ട ആവശ്യമില്ല. വീട്ടിൽ ഉണ്ടായിട്ടുള്ള ചാമ്പയായതിനാൽ ജൈവവളത്തിലുണ്ടായിട്ടുള്ളതാണ്. അപ്പോൾ പിന്നെ അതിൽ വേറെ വിഷാംശമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് കഴുകി ഒന്ന് ഉലച്ചെടുക്കണം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ചാമ്പയുടെ അഗ്രഭാഗത്ത് വിടർന്നിരിക്കുന്ന പോർഷനകത്ത് പുഴുക്കളുണ്ടാവും. അപ്പോൾ അതിനെ കുത്തിയെടുത്ത് വൃത്തിയാക്കണമെന്ന് മാത്രം. അപ്പോൾ ചാമ്പ നന്നായിട്ട് കഴുകി അരിഞ്ഞ് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് ഇനി ചാമ്പ അച്ചാറാണ് ഞാനിന്ന് ഇടാനായിട്ട് എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ചാമ്പയുടെ ഹെൽത്ത് ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഒത്തിരി ഉണ്ട്. ഒരു നല്ല ഫ്രൂട്ടാണിത്. ഇതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഡയബറ്റീസിനെ അഗെയിൻസ്റ്റായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യും. അതുപോലെ ബെറ്റർ ഡൈജസ്റ്റീവിനെ സപ്പോർട്ട് ചെയ്യും. പിന്നെ ഇംപ്രൂവ്ഡ് ഇമ്മ്യൂൺ സിസ്റ്റം. അതുപോലെ ക്യാൻസറിന് പ്രിവെൻഷനുണ്ട്. പനി കുറയാനായിട്ട് ഇതിൻ്റെ ജ്യൂസ് 3-4 പ്രാവശ്യം അടിച്ച് കൊടുത്താൽ മതി. അങ്ങനെ ഒത്തിരി ഗുണങ്ങളുള്ള ഫ്രൂട്ടാണ്. ഇതിൻ്റെ വൈറ്റമിൻസിൻ്റെ കാര്യം പറയുവാണെങ്കിൽ വൈറ്റമിൻ സിയുടെ കലവറയാണ്. അതുപോലെ ഫൈബറുണ്ട്, പൊട്ടാസ്യം, മഗ്നീഷ്യം എന്നിവയുണ്ട്. അപ്പം നമുക്കിപ്പം അരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം ഞാൻ അത് അച്ചാറുണ്ടാക്കാനുള്ള ഇതിൽ ഒരു കടായി, നല്ല കട്ടിയുള്ളൊരു കടായി അടുപ്പിൽ വെച്ച് കത്തിച്ചിട്ടുണ്ട്. അതിലേക്ക് ഇനി കുറച്ച് വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ച് ചൂടാക്കാം. സാധാരണഗതിയിൽ അച്ചാറിടുമ്പം എല്ലാവരും ചെയ്യുന്നത് സാധാരണ ശീലിച്ചു പോരുന്നത് നല്ലെണ്ണ ആണ് ഇടുന്നത്. അപ്പം നല്ലെണ്ണയുടെ ഒരു കുത്തൽ ഒരു ആ സ്വാദ് എനിക്കിഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതാണ്. അപ്പം നല്ലെണ്ണ ഉപയോഗിച്ചും ചെയ്യാം, വെളിച്ചെണ്ണ ഇഷ്ടമുള്ളവർക്ക് അതും ചെയ്യാം. അപ്പം ഞാൻ 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അല്പം ചതച്ച തെരുതെരെ ഇരിക്കുന്ന 1 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ എനിക്ക് കുറച്ചധികം ക്വാണ്ടിറ്റി അച്ചാറിനായിട്ട് എടുത്ത് വെച്ചിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അതുപോലെ തന്നെ 3.5 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എരി കൂടുതൽ വേണ്ടുന്നവർക്ക് മുളക് പൊടി കൂട്ടുകയും ചെയ്യാം, മുളക് പൊടി കുറയ്ക്കുകയും ചെയ്യാം. പിന്നെ കളറ് മാത്രം മതിയെങ്കിൽ കാശ്മീരി ചില്ലി ഉപയോഗിക്കും. അതൊന്ന് പച്ച ചുവ മാറുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. പിന്നെ 1 ടീസ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ചിലർ 1/4 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ, അത് ക്വാണ്ടിറ്റി മാറുന്നതനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യും. അതൊന്ന് പച്ചച്ചുവ മാറുമ്പോൾ ചാമ്പ നമ്മൾ വഴറ്റാനായിട്ട് തട്ടിയിട്ട് കുറേശ്ശെ മിക്സ് ചെയ്യണം. അപ്പോൾ ഇത് നേരിട്ട് തന്നെ മിക്സ് ചെയ്യുകയാണ്. അല്ലാതെ മറ്റൊരു മെത്തേഡുണ്ട്. ചാമ്പ അരിഞ്ഞെടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചട്ടിയിലൊഴിച്ച് ചൂടാക്കി നമുക്ക് വഴറ്റിയെടുത്ത് പിന്നീട് ഇതുപോലെ മിക്സ് ചെയ്ത് ചേർക്കാം. അത് മറ്റൊരു മെത്തേഡാണ്. അപ്പോൾ അതെന്തിനാണെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു വാട്ടറി ഫ്രൂട്ടാണിത്. അപ്പോൾ അതിൻ്റെ ഒരു വാട്ടർ കണ്ടൻറ്റ് ഒന്ന് കുറഞ്ഞ് കിട്ടി ഒന്ന് ഡ്രൈ ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്താലും ഡ്രൈ ആവും. അപ്പോൾ എന്നിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഈ അച്ചാറെന്ന് പറയുമ്പം അല്പം ഉപ്പാണ് മുൻപിൽ നിൽക്കുന്നത്. അതാണ് അതിൻ്റെ ടേസ്റ്റ് കൊടുക്കുന്നത്. അതുകൊണ്ട് ഉപ്പ് കൂടുതലുള്ളവർക്ക് അല്പം മുന്തി ഇട്ട് കൊടുക്കാം, അല്ലാത്തവർക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ ചാമ്പ ഏതാണ്ട് വഴണ്ട് വെള്ളം ഒന്ന് മാറിയിട്ട് ഇട്ട ക്വാണ്ടിറ്റി ഇപ്പോൾ ഇത്ര ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴറ്റി നമ്മളെടുക്കണം. ലോ ഫ്ലെയിമിൽ വേണം വഴറ്റിയെടുക്കാൻ. ഇതൊരു സ്റ്റീൽ കടായി ആയതുകൊണ്ട് നന്നായിട്ട് ചൂട് കിട്ടും. അതുകൊണ്ട് ലോ ഫ്ലെയിമിലാണ് ഞാൻ വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് ഇപ്പോൾ ഏതാണ്ട് ചാമ്പ അച്ചാറിൻ്റെ സംഭവമൊക്കെ കഴിയാറായി. ഇനി ഇതിലേക്ക് നമ്മൾ 2 ടീസ്പൂൺ സുർക്ക ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. സുർക്ക എന്ന് പറഞ്ഞാൽ വിനാഗിരി.
വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ട് മിക്സ് ചെയ്യണം. കാരണം ചാമ്പയ്ക്ക് അധികം പുളിയില്ലാത്തതാണ്. അതുകൊണ്ട് സുർക്ക കൂടുതൽ ഒഴിക്കുമ്പോൾ ഇച്ചിരി പുളി കിട്ടും. അതിന് വേണ്ടി മാത്രമാണ്. പുളി കുറവുള്ളവർക്ക് അതങ്ങനെ ചെയ്തെടുക്കാം. അപ്പോൾ ഇപ്പം ഏതാണ്ട് സംഭവം തീർന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ ചെയ്യാത്തൊരു കാര്യമെന്ന് പറഞ്ഞാൽ വെളുത്തുള്ളിയും ഇഞ്ചിയും ഞാൻ ചേർത്തിട്ടില്ല. കാരണം ഈ പച്ച ചാമ്പയ്ക്ക് ഗ്രീൻ ചാമ്പ ആദ്യമായിട്ടാണ് ഞാൻ അച്ചാറിടുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു റിയൽ സ്വാദ് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ വെളുത്തുള്ളിയും ഇഞ്ചിയും ഒഴിവാക്കിയിട്ടുണ്ട്. വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്ത് കുറച്ചുകൂടെ ടേസ്റ്റി ആക്കണം എന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഇറക്കി വെച്ച് തണുത്ത് കഴിഞ്ഞതിന് ശേഷം കുപ്പിയിലോ ഭരണിയിലോ കോരി വെച്ച് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാം. ആവശ്യാനുസരണം എടുത്തുപയോഗിക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ അടുത്തൊരു വീഡിയോയിൽ വരുന്നത് വരെ ബൈ.